ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേര ചൂരേന്ദ്രൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ചോറുണ്ട്, ഡാൽ കറിയുണ്ട്, തോരനുണ്ട്, പിന്നെ ഉള്ളിക്കറിയാണ്. പിന്നെ ഇത് എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ വെജിറ്റബിൾ സാലഡ് ഉണ്ട്. ഇത് ചപ്പാത്തിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൽ ഗോതമ്പ് പൊടി, ഉപ്പ്, എണ്ണ, കുറച്ചെണ്ണ, പിന്നെ വെള്ളം അതിട്ട് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്തതാണ്. ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചു. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് പരത്താൻ നേരത്തെ ഇത് ഭയങ്കര റബ്ബർ പോലെ ആയിപ്പോയി. എന്താവുമെന്ന് അറിയത്തില്ല. സംഭവം വിജയിച്ചിട്ടില്ല, ഫ്ലോപ്പായിപ്പോയി. ഇത് സിമ്പിളാണ് ഡാൽ കറി. ഇത് തോരൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കോവയ്ക്കുണ്ട്, പിന്നെ വെണ്ടയ്ക്കയുണ്ട്, അമരപ്പയറുണ്ട്, ചതുരപ്പയറുണ്ട്. ചതുരപ്പയറെന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും അത് തന്നെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. അതിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതെല്ലാം ഇട്ട് 2 പച്ചമുളകും ഇട്ടു. ഉള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ അത് വന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം തേങ്ങ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് അത് കുറച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വെണ്ണ പോലെ ആയിട്ടില്ല. അവിയലിനെക്കാട്ടി കുറച്ചും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് പിന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് ഉണ്ടാക്കിയ തോരനാണ്. സിമ്പിളാണ്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു ബിഗിനറെന്ന നിലയിൽ കുഴപ്പമില്ലാത്തതാണ്. ഇത് സിമ്പിൾ മുട്ടക്കറിയാണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കുന്നതാണ്. അത് എണ്ണ ഒഴിക്കുക, കടുകിടരുത്, സവോള ഇടുക. സവോളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് തീ കുറച്ച് ഒഴിച്ച് വഴറ്റി എടുക്കണം. ഈ സവാള സോഫ്റ്റ് ആവത്തില്ല. സോഫ്റ്റായി ഒരു കളർ മാറി വരുന്ന സമയത്തേക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചിടണം. മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താലും മതി. അതിട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്തോട്ട് അതിനകത്തോട്ട് തക്കാളി ഇടും. തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ചതിന് ശേഷം അത് അടച്ചു വെച്ച് തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ പൊടിയുടെ പച്ചമണം മാറത്തില്ല അത്രയും സമയം. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ വെള്ളം ഒഴിക്കുന്നു, ഇളക്കുന്നു, ഉപ്പിടുന്നു, അടച്ചു വെക്കുന്നു. നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ട അതിനകത്തിടുന്നു, അടച്ചു വെക്കുന്നു. നമുക്ക് എത്രയാണോ അതിൻ്റെ ഗ്രേവി വേണം അത്ര അനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.